ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആ സാധനം അതില്ല എനിക്ക്. ആ സാധനം ഇല്ല, അതൊക്കെ ഓഫായി കിടക്കുക സ്വിച്ചൊക്കെ. അതൊക്കെ മെയിൻ്റനൻസിന് പോകേണ്ട ഒരു സമയമില്ലേ. അത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് കയറി കഴിയുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ബോയ്സ്, അതായത് ഈ വീടൊക്കെ നോക്കുന്ന ചില ആൺകുട്ടികളൊക്കെ ഇല്ലേ, ഉത്തരവാദിത്തമുള്ള, എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഫിഗർ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ചില ആൺകുട്ടികൾ പറയും ഈ പെങ്ങളെ കെട്ടിക്കണം, വീട് വെക്കണം. എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ തൊഴുതി കാല് കഴുകി വെള്ളം കുടിച്ചോട്ട്, കാരണം അത്രയ്ക്ക് റെസ്പെക്റ്റാണ് എനിക്ക്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ആൺകുട്ടി ഉണ്ടായി, അവൻ അത്രത്തോളം ഡ്രീമിൽ നിൽക്കുന്ന അവസ്ഥയിലും അവൻ്റെ ലൈഫ് സെറ്റിലാക്കുന്നതിന് മുന്നേ അവനെ പെങ്ങളെ കെട്ടിക്കണം. ആ പെങ്ങളെ കെട്ടിക്കുന്ന കല്യാണ ദിവസം അവൻ നിൽക്കുന്ന നിപ്പുണ്ട് സ്റ്റിൽ അല്ലേ, വേർത്ത് കുളിച്ച് വേറെ ആരെന്ത് വന്നാലും പുള്ളി ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ നിൽക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് ഒരു നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ വരുന്ന ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, ബട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുള്ളൊരു സംഭവമുണ്ട്. അത് വിച്ച് ഇസ് ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർക്ക് അത് പറയാതെ, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമല്ലോ. എനിക്ക് എൻ്റെ ലൈഫാണ് നോക്കേണ്ടത്, ഞാൻ പോകും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതിലും അത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര റെയറാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഞാൻ ഭയങ്കര പുറകോട്ടാണേ അതെനിക്കറിയാം. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വനിതാ തിയേറ്ററിൽ പ്രിവ്യൂ വയ്ക്കുന്നതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് കൂടി. അതിന് കുറേ പോസിറ്റീവ് സൈഡുണ്ട്, ഒരുപാട് നെഗറ്റീവ് സൈഡുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഗ്രേസ്, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബാർട്ടർ സംവിധാനം പോലെ അത് നീങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതായത് ആർട്ടിസ്റ്റുകളെ ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും, തിരിച്ച് ആർട്ടിസ്റ്റുകളെ എന്താ പറയുക വേറെ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് ഓൺലൈൻ മീഡിയ പഴി കേൾക്കും. ഇത് ശരിക്കും ആരാ നല്ല സ്റ്റാൻഡ് എടുക്കേണ്ടത്? കാരണം ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആളുകളെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ഈ ഓൺലൈൻ മീഡിയനെ നന്നായി യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ പല പല പരിപാടികൾക്ക് പോയി അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പുറത്ത് ഇതുണ്ട്. ഇത് ശരിക്കും ഇതിനെന്താ ഗ്രേസ് എന്താ വിചാരിക്കുക അതിനെ പറ്റിയിട്ട്? തുടക്കത്തിൽ ഇത് നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണെന്ന് തുടക്കത്തിൽ എനിക്ക് തോന്നിയായിരുന്നു. ഇത്രയും മൊബൈൽ ക്യാമറ മാത്രമല്ല ഈ വനിതാ വിനീതയിൽ പോകുമ്പോൾ, എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ചോദിച്ചുകൊണ്ടാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമേനെ. ഞാൻ അതുകൊണ്ട് എൻ്റെ 1-2 പ്രിവ്യൂസിനൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻ അല്ല അവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ അത്രയും മീഡിയാസ് ഉള്ളതുകൊണ്ടും നമ്മൾ കവർ ചെയ്യേണ്ടതുകൊണ്ടും കണ്ടന്റ് കൊടുക്കേണ്ടതുകൊണ്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ലാതെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മറുപടി രണ്ടും രണ്ടാണ്. അതൊരു കാര്യം. അതല്ലാതെ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് വീഡിയോ എടുത്തിടുന്ന ചില ആൾക്കാരും ഉണ്ടല്ലോ. സ്റ്റിൽ ഓക്കെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. നമ്മുടെ രാജ്യത്ത് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഓക്കെ, വിഷ്ണുവിൻ്റെ അഭിപ്രായം പറയുന്നു. അത് വിഷ്ണുവിനെ കേൾക്കാൻ ഇരിക്കുന്ന 1-2 സുഹൃത്തുക്കളോടോ ഫാമിലിയോടോ വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനറിയാം വിഷ്ണു പറയുന്നത് അവർ കേൾക്കുമെന്ന്. അവർ എടുത്താലും എടുത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വിഷ്ണു പറയുന്നത് കേൾക്കുന്ന ഒരു ധാരണയുണ്ട്. ഇതല്ലാതെ നമ്മളൊരു മീഡിയയുടെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പർട്ടിക്കുലർ നമ്മൾ ഓൺ ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ കേൾക്കണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ അതിന് മോണിറ്റൈസ് ചെയ്ത് കാശ് വാങ്ങിക്കുന്നുണ്ട്. അതിന് ആഡ് ഇട്ട് അവരത് കാശ് വാങ്ങിക്കുമ്പോൾ അതൊരു ബിസിനസ്സാണ് അല്ലേ? അതൊരു ബിസിനസ്സാണ്. അതിനെങ്ങനെ എടുക്കും നമ്മൾ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഓരോ പടത്തിനെയും പോയി കണ്ടിട്ട് അവരതിനെ വിറ്റിട്ട് അവർ കാശ് വാങ്ങിക്കും. ബിക്കോസ് ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് അല്ലേ? അവരും ചെയ്യുന്ന, നമ്മളും പടം എടുത്തിട്ട് കാശ് ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യുന്നു. അവരും ആ പടം കൊണ്ട് തന്നെ ചെയ്ത് റിവ്യൂ എടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഓക്കെ പറയാം ഞങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു. അവർ സ്റ്റിൽ അവർക്കറിയാം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും ആൾക്കാരിലേക്ക് എത്തൂലെന്ന് അറിയാം. അതുകൊണ്ട് അവർ നെഗറ്റീവ് പറഞ്ഞിട്ട് അതിനെ മോണിറ്റൈസ് ചെയ്ത് അതിന് പേയ്മെന്റ് അവർക്ക് കിട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ഫെയർ അല്ല അല്ലേ? അത് എനിക്ക് ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കത് കണ്ടപ്പോൾ അത്രയും വീടായിട്ട് തോന്നിയില്ലല്ലോ, ഇത്രയും അതിനെ തരം താഴ്ത്തണമായിരുന്നോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവരിതിങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മളത് എവിടെയും പോയി പറയില്ല, കാരണം അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 സൈഡും നമ്മൾ ബ്ലെയിം ചെയ്യണം. ഇത് പേയ്മെന്റ് വാങ്ങിച്ച് ചെയ്യുന്നവരുണ്ട്, പേയ്മെന്റ് ചോദിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മളിത് ഇത് കാണുന്ന നോർമൽ ഓരോ ഓഡിയൻ ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ചരടുവലി അവർക്ക് അറിയില്ല. ഇത് പറയാനാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ചില റിവ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും
ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നും. ഇതൊരു വാശിപ്പുറത്ത് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനും അവർക്ക് മോണിറ്റൈസ് ചെയ്ത് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് കുറച്ചെങ്കിലും ഒരു മനസാക്ഷി രണ്ട് സൈഡിൽ നിന്ന് വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല, രണ്ട് സൈഡിൽ നിന്ന് വേണ്ടേന്ന് ആലോചിക്കാറുണ്ട്. മീഡിയാസ് ദേ ആർ ഡൂയിങ് ദിയർ ജോബ്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജോലി ചെയ്യുന്നില്ലേ. അപ്പുറത്തെ സൈഡ് എന്നോട് ബഡായി ആര്യ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, സാരി ഉടുത്തുന്ന ഒരു ഫംഗ്ഷന് പോകാൻ ഭയമാണ് വിഷ്ണു എന്ന്. ഞാൻ ഉടുത്ത് പോകാറില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഉടുത്ത് പോകാൻ തോന്നാറില്ല, കംഫർട്ടില്ല. എന്തൊക്കെ നോക്കണം പറ, എന്തൊക്കെ നോക്കണം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ? ഓക്കെ, നമ്മൾ സെലിബ്രിറ്റിയാണ്, നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും, ശരിയാണ്. എനിക്ക് ഇങ്ങനെ 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 നിന്ന് എനിക്ക് പോകാൻ പറ്റൂല. അത് ദാറ്റ് ഈസ് നോട്ട് ഫെയർ അല്ലേ? തിരിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, തിരിച്ച് ക്യാമറ അങ്ങോട്ട് പിടിച്ചപ്പോഴത്തേക്കും അവരുടെ ഫേസ് അവർ മറയ്ക്കുന്നത് കണ്ടോ? അതെന്തുകൊണ്ടാ? തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗാണ്, നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങൾമാരും ഇല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും സ്വന്തമായിട്ട് തിരിച്ചു നിർത്തി ഞാനിത് എടുക്കുന്നതെന്ന് കാണിക്കാൻ പോലുള്ള ധൈര്യമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഒരു ആളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്നേ, അത് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പോലും വിഷ്ണുവിനായിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. അത് വിഷ്ണു വെൽക്കം ചെയ്യുവാണെന്ന് വിഷ്ണുവിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ മാത്രമേ ഞാൻ വിഷ്ണുവിനെ ടച്ച് ചെയ്യാനോ വിഷ്ണുവിന് ഒരു ഷൈക്ക് ഹാൻഡ് തരാനോ അറ്റ്ലീസ്റ്റ് എന്തെന്ന് പറഞ്ഞൊന്ന് ഹഗ് ചെയ്യാനോ പാടുള്ളൂ. അല്ലാതെ നമ്മളൊരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ എത്ര സെലിബ്രിറ്റീസ് അല്ലേ, എത്ര അറിയാവുന്ന ആൾക്കാർ ഓൺലൈൻ മീഡിയക്കാരോട് ഞാൻ വെൽക്കമിങ് ആണെന്ന് പറഞ്ഞ് നിൽക്കില്ല ആരും. എന്നിട്ടും അവർ അത്രയും ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്കത് ശരിയല്ല. അതേപോലെ തന്നെ വേറൊരു നെഗറ്റീവ് സൈഡുണ്ട്, ഇതെല്ലാം ചെയ്ത് നിന്ന് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും പറയണം. അപ്പോൾ ഇത് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്, എനിക്ക് വേണ്ടത് അറ്റൻഷൻ മാത്രമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇത് രണ്ട് കൂട്ടരും ഇരുന്ന് ചിന്തിച്ച് ചർച്ച ചെയ്ത് മാറ്റേണ്ട ഒരു സമ്പ്രദായമാണ്. ഞാൻ എന്തായാലും അതിൽ ഉൾപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്കറിയില്ല, എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് അത് പറ്റില്ല. മാക്സിമം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം പത്തറ്റിക് സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇടാതെ മാക്സിമം ശ്രമിക്കും. അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അറ്റൻഷൻ കിട്ടാത്തിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അത്രയും മീഡിയാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒഴിവാക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും മേ ബി. അങ്ങനെ അല്ലാത്തവർക്ക് കുഴപ്പമില്ല, പബ്ലിക്കലി ഇറങ്ങാനായിട്ട് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് എനിക്ക് ഇത്രയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് മുമ്പോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെ പോലുള്ള ഒരാളാണ് ഇത് കേൾക്കുന്ന ഏതെങ്കിലും മീഡിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എനിക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. എന്നെ പോലുള്ള ഇത്രയും സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഇത് ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ ഒരാളാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, വിഷ്ണു ഞാനാന്ന് വിചാരിച്ചാൽ മതി. വിഷ്ണു ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ചുറ്റും ക്യാമറാസ് വരുമ്പം എനിക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൈയൊക്കെ മരവിക്കും. എനിക്ക് ഫ്രണ്ടിലേക്ക് വിഷൻ ഇല്ല, എനിക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നില്ല, എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിലും ഇവരുടെ ഒച്ചയും ബഹളം കാരണം അറിയുന്നില്ല. സോ എല്ലാ സൈഡിൽ നിന്നും മീഡിയാസ് കവർ ചെയ്യുകയാണ്. സോ നമ്മളെ ബോഡി നമ്മളിങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഞാൻ എന്നെ തന്നെ കവർ ചെയ്യുവാണ്, എനിക്ക് എവിടെയും എന്നെ എക്സ്പോസ് ചെയ്യരുത്, കാണരുത് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ ഷ്രിങ്ക് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാണോ, ഇവരെന്നോട് ചോദിക്കുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട്, എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴായിരിക്കും അവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ടാണ് വരേണ്ടത്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇവർ ഇമ്മീഡിയറ്റ്ലി അങ്ങോട്ട് മാറും. അപ്പോൾ നമ്മുടെ വിഷൻ വീണ്ടും കട്ടാവും. സോ നമ്മൾ മെൻ്റലി അവിടെ സ്ട്രെസ്ഡ് ആവുകയാണ്. നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കുറേ ബ്ലാക്ക് ഔട്ട് കുറേ ഇങ്ങനെ പടക്കങ്ങളായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സൗണ്ട് കാരണം നമുക്കൊന്നും ചുറ്റി നടക്കണമൊന്നും അറിയില്ല. എന്നിട്ട് നമ്മളൊരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ ഇവരെല്ലാം മാറിയിട്ട് നമ്മൾ പിന്നെ ആരും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തും.